ഇന്നൊരു സൺഡേ ആണ്. പക്ഷെ രാവിലെ എഴുന്നേൽക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. 7 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റു. ഞാൻ സാധാരണ സൺഡേക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ ഇപ്പോൾ മോന് എക്സാം ടൈം ആയത് കാരണം അവനെ പഠിപ്പിക്കണം. രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം അവനെ പഠിപ്പിക്കുന്നത്. ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരിയും കിഴങ്ങറി. പിന്നെ ചായ വേണ്ട. എളുപ്പമൊന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ ഇതിപ്പം ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. പൂരി ചപ്പാത്തി മതിയാ? ചപ്പാത്തി ആണെങ്കിൽ എണ്ണ കഴിക്കും. മോനെ വിളിക്കണേ, ലേറ്റ് ആവുന്നുണ്ട്. വെള്ളം തിളയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? നോക്കിട്ട് വരാം. ഇല്ല. പിന്നെ എന്നാ സാധനം വാങ്ങാൻ പോണം. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയാൽ ചോറ് കഴിച്ചിട്ട് പോകട്ടോ. നല്ല കോള് കണ്ടപ്പോ ഞാൻ വെച്ച് നല്ല മഴ പെയ്യുന്നു. പക്ഷെ പെയ്തതേ ഇല്ല. ഫാനിട്ടോ? ഫാനിട്. ഫസ്റ്റ് പൂരിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ട് വേണ്ട, ഞാൻ ചുടുന്നതിന് മുമ്പുണ്ടല്ലോ ഒരുമിച്ച് പരത്തി വെച്ചു. അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഒട്ടിപ്പോയി. പിന്നെ ഞാൻ രണ്ടാമതൊന്നും കൂടെ പരത്തിയെടുത്തു. ഇങ്ങനൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് പൂരി ഫസ്റ്റ് ഞാൻ പരത്തി വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒട്ടിപ്പോയി. വീണ്ടും ഒന്നേന്ന് പരത്തി വെക്കേണ്ടി വന്നു. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പരത്തിയതാണ്. കഴിച്ചോട്ടെ? പെട്ടെന്ന് കഴിക്കാൻ വരുന്നില്ലേ? ഞാനും കഴിക്കാതിരിക്കാം. അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുവാണ്. ഇന്റർലോക്ക് ഇട്ടുകൊണ്ടിരിക്കുക ഫുള്ള്. ചിരിക്കണ്ട, പഠിച്ചോ. ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡ് അയില ഇന്നലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക ഉപ്പേരി. ഫിഷ് ഫ്രൈക്കുള്ള മസാലയൊക്കെ എടുത്ത് ആക്കി വെച്ചിട്ടുണ്ട്. മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്ക് കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ. അപ്പം അത്രയും നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആവും. Which was conducted by
മീൻ പൊരിച്ചതുമായിട്ടുണ്ട്. മീനെടുത്തോ? മതിയോ? ഫസ്റ്റ് മോന് കഴിക്കാൻ കൊടുത്തു. ഇനി എനിക്ക് കുളിക്കണം. കുളിച്ചിട്ട് വന്ന് ഫുഡ് കഴിക്കാം. കഴിച്ചു കേട്ടോ. കുളിച്ചിട്ട് വന്നപ്പോൾ എന്താ ആശ്വാസം എന്നറിയാമോ? എന്താ ചൂടിപ്പോൾ. ചോറ് ചെറിയ അരി പോലെ ഈ മാസത്തെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഏട്ടനെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. അതാണ്ട മോനെ പഠിക്കാൻ ഓക്കെയാണോ? പഠിക്കുമോ ഇവിടെ ഇരുന്ന് അതോ കളിക്കുമോ? സബ്ജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഠിക്കണം കേട്ടോ. ഓക്കെ, വരുമ്പോഴത്തേക്ക് പഠിച്ചു തീർത്താൽ ഞാൻ ഫ്രീ ആക്കാം. നല്ല മഴ വരുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞാ? ഈ സമയങ്ങളിലൊന്നും വീണ്ടും പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിക്ക് ഇരു രാജ്യങ്ങളും തയ്യാറാക്കുന്നത്. ഇരുട്ടി വെളുക്കുന്നതിന്റെ ഭാഗമാണ്. രാവിലെ 6 മണിക്ക് ഇസ്രയേലിൽ കാണാം. ഇന്ന് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു ചേച്ചിയുടെ ഹസ്ബൻഡ് വരുന്നു. അപ്പോൾ അണ്ണൻ വരുന്നത് കൊണ്ട് വേറെ കറിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ രസവും കൂടെ ഉണ്ടാക്കി. അടുത്ത ക്രിക്കറ്റ് ഇല്ല ഏട്ടാ, ക്രിക്കറ്റാണ് 2020. ഹലോ, എന്താണ്? Jason Holder and Robin Powder, they're going everywhere. Onside flicks. That was a wonderful demonstration of staying on the ball and then the power. Goodness me. Just massive down the ground. എന്തൊക്കെയാ വീഡിയോ എടുക്കുന്നു? ഇന്ന് വ്ലോഗ് എടുത്തോണ്ടിരുന്നത്. അവൻ കറക്റ്റ് ആയിട്ടാണ് വന്നത്. 7 off 26. ഐഡിയ കൊടുത്തിട്ടില്ല, അവർ അപ്പീൽ കൊടുത്തു. ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം അല്ല, ഇത് 1-2 വട്ടം പിടിച്ചു. അച്ഛൻ ഞങ്ങൾ ബാംഗ്ലൂർ താമസിച്ചിരുന്ന സമയത്ത് അവിടെ നിറയെ പിടിക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരുപാട് വിത്ത് കൊണ്ടിട്ട് വീട്ടിൽ കേൾപ്പിച്ചു. അപ്പോൾ അണ്ണ വന്നപ്പോൾ കൊണ്ടുവന്നെ. അപ്പോൾ വലിയ പരമായി. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോഴാണ് പിടിക്കാൻ തുടങ്ങി. ഇതിനകത്ത് ഒരു 2-3 പിടിച്ചിട്ടുള്ളൂ ഇപ്രാവശ്യം. അതാ അപ്പം അണ്ണ വന്നപ്പോഴത്തേക്ക് അമ്മ കൊടുത്തു വിട്ടത്. പിന്നെ മാങ്ങയും കൊടുത്തു, ഒരു പഴുപ്പിക്കാനായിട്ടുള്ള 3-4 മാങ്ങ. ഇപ്പം അണ്ണന് കൊടുക്കാനായിട്ട് അപ്പത്തെ ഇത്ത ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ബിരിയാണി കൊണ്ടുവന്നു. പിന്നെ രസം, മീൻ പൊരിച്ചത്, മീൻ കറി,
തോരൻ. പിന്നെ കഞ്ഞിയുണ്ട്, നോമ്പ് തുറക്കുന്ന കഞ്ഞി, അത് ഇത്ത കൊണ്ടുവന്നേ. പിന്നെ ചപ്പാത്തി ഉണ്ട്. അപ്പം ഇതൊക്കെ കൂട്ടി നമുക്ക് അതിന് ഫുഡ് കൊടുക്കാം. ആ രസത്തിന് ഞാൻ മല്ലിയില ഇട്ടിട്ടില്ലായിരുന്നു, അപ്പം ഇപ്പം മല്ലിയില ഇട്ടു. അപ്പം മല്ലിയിലയും കൂടി ഇട്ട് അതൊന്നും കൂടെ ചൂടാക്കി എടുക്കാം. എന്നാൽ ഫ്രഷ് ആവാൻ പോയിക്കുക. അപ്പം കൂടുതലുമ്പോഴത്തേക്ക് ചോറൊക്കെ റെഡിയാക്കിയിരിക്കാം. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ജസ്റ്റ് വിളമ്പി വെക്കാം. ഇതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്: ചോറ്, പൊരിച്ച മീൻ, പാവയ്ക്ക ഉപ്പേരി, അമിതിന് ബിരിയാണി, ഇത്ത കൊണ്ടുവന്ന ബിരിയാണിയാണ്. അതിന്റെ ബാലൻസ് വെച്ചിട്ടുണ്ട്, ഷെയർ ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക്. ഇത് ഇത്ത കൊണ്ടുവന്നതാണ്, എല്ലാം ഇത്ത കൊണ്ടുവന്നല്ലേ. പിന്നെ രസം, മീൻകറി. അണ്ണൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയിക്കുകയാണ്. ഇവരിവിടെ ഇരുന്ന് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിക്കാൻ പാട്ടോ. എന്താ സുഖം അമിത്. പൈസ മേടിക്കാറില്ല. കഴിക്കാം. അപ്പൊ കിടന്നു, എല്ലാവരും കിടക്കാൻ പോവാണ്. സമയം 11:30. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാം അല്ലേ? എല്ലാവർക്കും ബൈ പറയും. ബൈ ബൈ.